ഞാൻ നിഷിത ഫൈസൽ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആറ്റുപുറം എന്ന സ്ഥലത്താണ് വീട്. ഇപ്പൊ ഖത്തറിലാണ്. ഹസ്ബൻഡാണ് ഫേസ്ബുക്കിൽ നിന്ന് സാറിന്റെ ഇത് കണ്ട് എനിക്ക് ഫോണിൽ അയച്ചു തന്നത്. കുറെ ആയി അന്വേഷിക്കും ഇങ്ങനെ ഒരു ക്ലാസ്സിന് ചേരണം. അപ്പൊ ചെറിയ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്, പിന്മാറും. ഇനി മുതൽ നന്നായി പഠിച്ച് നല്ലൊരു ആർട്ടിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. ഇതിപ്പോ പ്രായമായിരിക്കും നല്ല ക്ലാസ് ആണെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അവര് എത്ര കഴിവുള്ള ആൾക്കാർ ഇതുപോലെ ക്ലാസ് ജീവിതം തന്നെ ഹാപ്പിനെസ് ഇല്ലാണ്ട് നീങ്ങിപ്പോകും. എനിക്ക് ആ എക്സിബിഷൻ നടത്തണം എന്നാണ് ആഗ്രഹം. അപ്പൊ ആ 50 ഇപ്പൊ ഇതില് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഇട്ടതാണ്. ഏതായാലും വരക്കില്ലേ. ഞാൻ പോയി 1 മന്ത് ഒരു പിക്ചർ വരച്ചെന്ന് പറഞ്ഞില്ലേ, അത് 2 മന്ത് ആണെങ്കിൽ അതിനെക്കാട്ടും ഭംഗിയിൽ വരക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കണം. ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ് വരാണ്. ഇപ്പൊ ലൈഫ് ഹാപ്പിയാണ്. ഇനി ഞാൻ എന്റെ ജേണി സ്റ്റാർട്ട് ചെയ്ത് ഇനി ആർട്ടിസ്റ്റ് ആവണമെന്നാണ് എന്റെ ആഗ്രഹം. സാധിക്കണം. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഡോണ്ട് വേസ്റ്റ് ടൈം. ടൈം പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അടുത്തറിയുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം നിഷിത ഫൈസൽ ഉണ്ട്. മാമിന്റെ ചിത്രങ്ങൾ എത്രത്തോളം ഇംപ്രൂവ് ആയി, എങ്ങനെയാണ് ഈ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളും എന്തൊക്കെ ആക്ഷൻ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യമേ തന്നെ കോൺഫിഡൻസ് അച്ചീവർ എന്നുള്ള റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് നിഷിത മാം നമ്മുടെ ഒപ്പം ഉള്ളത്. ആദ്യമേ തന്നെ കൺഗ്രാജുലേഷൻസ് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, എവിടെ നിന്നാ വരുന്ന, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ നിഷിത ഫൈസൽ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആറ്റുപുറം എന്ന സ്ഥലത്താണ് വീട്. ഇപ്പൊ ഖത്തറിലാണ്. എനിക്ക് 3 മക്കളാണ്. ഹസ്ബൻഡാണ് ഫേസ്ബുക്കിൽ നിന്ന് സാറിന്റെ ഇത് കണ്ട് എനിക്ക് ഫോണിൽ അയച്ചു തന്നത്. കുറെ ആയി അന്വേഷിക്കും ഇങ്ങനെ ഒരു ക്ലാസ്സിന് ചേരണം. അപ്പൊ ചെറിയ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്, പിന്മാറും. എന്നാലും മനസ്സിലൊരു വിഷമായിരുന്നു, ആർട്ടിസ്റ്റ് ആവാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമത്താൽ ഒരു 20 വർഷം വെറുതെ ഇരുന്നു എന്ന് എനിക്കിപ്പോ തോന്നും. സാർ എന്താ നേരത്തെ വന്നില്ല എന്ന് എനിക്ക് തോന്നണം. ഇപ്പോഴെങ്കിലും സാധിച്ച് ഇനി അങ്ങോട്ട് നന്നായി പഠിക്കണം, മുന്നോട്ട് പോകണം. മുൻപ് വേറെ എവിടെയെങ്കിലും പഠിച്ചിരുന്നോ ആർട്ട്? ഇല്ല, യൂട്യൂബ് നോക്കിയിട്ട് മുന്നേ വരച്ചിരുന്നു. കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കും, പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ യൂട്യൂബ് നോക്കി വരക്കും. ഇടക്കൊന്നും വരക്കാൻ തോന്നാറുണ്ട്. അപ്പൊ കുറെ പിക്ചേഴ്സ് ഒക്കെ ഞാൻ കളഞ്ഞു. ഇനി മുതൽ നന്നായി പഠിച്ച് നല്ലൊരു ആർട്ടിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. അപ്പോ എന്നെ നേരിട്ടറിയാതെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണല്ലോ ക്ലാസ്സിലേക്ക് വന്നേ. ഞാൻ ക്ലാസ് ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സിന് ചേരണം. അപ്പൊ ഇവിടെ അന്വേഷിച്ചപ്പോ ചെറിയ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പൊ പിന്നെ വലിയ ആൾക്കാരൊന്നും ഇല്ല. പിന്നെ സാറിന്റെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രായമായാലും പഠിപ്പിക്കുന്നുണ്ട് എന്നുണ്ടപ്പോ വേഗം ജോയിൻ ചെയ്താന്ന് തന്നെ. പിന്നെ റെക്കോർഡും അല്ലേ, ലൈഫ് ലോങ്ങും ആയപ്പോ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ പഠിക്കാലോ. ആദ്യമായിട്ട് ലൈവ് മീറ്റിംഗിൽ വന്ന സമയത്തെ നമ്മുടെ പ്രായത്തിലുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തായിരുന്നു ഒരു ഫീൽ ഉണ്ടായിരുന്നത്? ഇതിപ്പോ പ്രായമായിരിക്കും നല്ല ക്ലാസ് ആണെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അവര് എത്ര കഴിവുള്ള ആൾക്കാർ ഇതുപോലെ ക്ലാസ് ജീവിതം തന്നെ ഹാപ്പിനെസ് ഇല്ലാണ്ട് നീങ്ങിപ്പോകുന്നു. അപ്പൊ എനിക്ക് തോന്നണേ, എനിക്കിപ്പോ ഈ ടൈമെങ്കിലും കിട്ടിയല്ലോ, ഞാൻ അങ്ങോട്ട് ആർട്ടിനെ കുറിച്ച് നന്നായി അറിയാൻ ആഗ്രഹിക്കും. എന്തായാലും ആർട്ടിസ്റ്റ് ആവണമെന്നാ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞാൻ ഡിഗ്രി എടുത്തത്, പക്ഷെ ഇപ്പോഴെങ്കിലും സാധിച്ചല്ലോ. മുൻപ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല അല്ലെ നമുക്ക്? ഇല്ല ഇല്ല, അതേ പറഞ്ഞു, 20 വർഷം ഓ. വെറുതെ ഇരുന്നു. വരക്കും, പക്ഷെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉം. അപ്പൊ ഇതുപോലെ ക്ലാസ് മുന്നേ അത്രയും സമയം പോയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രം. ഓക്കെ, നമുക്ക് ഡ്രോയിങ് ഒക്കെ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തായിരുന്നു. ഒരു വട്ടം കൂടി ഞാൻ നോക്കാം. ഇതല്ല വന്ന സമയത്ത് വരച്ച ചിത്രം, അതെ. അസൈൻമെന്റ്. യെസ്. വന്ന സമയത്ത് കുറച്ച് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തെടുത്തു കോഴ്സിലൂടെ. ഇപ്പൊ എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ പെൻസിൽ 10B വരെയുള്ള കിട്ടിയിട്ടുള്ളൂ. 10B. പിന്നെ സ്മഡ്ജിങ് ഞാൻ ബഡ്സോണ്ട ചെയ്യല്. സ്മഡ്ജിങ് സ്റ്റംപ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ സാധാ പെൻസിൽ. പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. പെയിന്റിങ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അക്രിലിക്ക ഞാൻ സാറിന്റെ കോഴ്സിൽ ചേർന്നതിന് മുന്നേ പെയിന്റിങ് ഉണ്ടാവുന്ന വിചാരിച്ചത്. അത് വേറെ കോഴ്സാന്ന് പറഞ്ഞപ്പോ പിന്നെ ഇത് കഴിഞ്ഞിട്ടല്ലേ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പെയിന്റിങ് എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. പോർട്രേറ്റ് വലിയ താല്പര്യമില്ല. ഇത് സ്കെച്ച് പെൻ ആണോ? ഇത് കളറും സ്കെച്ചും കൂടിയിട്ടൊന്ന് പരീക്ഷണം ചെയ്ത് നോക്കിയത്. നന്നായിട്ടുണ്ട്. അതിന്റെ ഇതൊരു ഹൈലൈറ്റ് ഒക്കെ 1 അവർ കൊണ്ട് വരച്ചതാണ്. നന്നായിട്ടുണ്ട്. ഈ ഒരു ലെവലൊക്കെ എത്തിയപ്പോൾ ഷെയ്ഡിങ് പ്രോപ്പർ ആയിട്ട് മനസ്സിലായി തുടങ്ങി അല്ലേ?
ഷെയ്ഡിങ് എനിക്ക് ലൈറ്റ് റൈറ്റ് സൈഡിൽ ലൈറ്റ് വീണെന്ന് സാറ് പറഞ്ഞ ആ കോഴ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ഷെയ്ഡിങ്ങിന്റെ അതൊക്കെ മനസ്സിലായത്. ഇതിനെ ഉം. പറ്റിയിട്ട് ഒരു അറിവുണ്ടായിരുന്നു. കോഴ്സ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു എന്ന് മനസ്സിലായി. വീണ്ടും റിപ്പീറ്റ് ചെയ്തത് കോഴ്സ് കാണുന്നുണ്ട്. ആദ്യം നോട്ട്സ് ഒന്നും എഴുതിയെടുത്തിരുന്നില്ല. ഇപ്പൊ ഞാൻ നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തിട്ട് തന്നെ മെല്ലെ തന്നെ പോണത്. ഉം. അത് സെക്- ചേർന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, അതോട് സ്പീഡിൽ പോയത്. എല്ലാവരും ഒരുപാട് പേര് എങ്ങനെയാ ചേർന്ന ഒരു ഇൻട്രസ്റ്റിൽ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് കോഴ്സ് തീർക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്തപ്പോഴേ കുറേ സെക്കൻഡ് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. പോയി. നല്ല ബെറ്റർ ആയിട്ടുണ്ട്, നല്ല ബെറ്റർ ആയി. കാരണം ഈ ഒരു ചിത്രമൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് വരച്ചൊരു രീതിയിലോട്ട് വന്നിട്ടുണ്ട്. ഷെയ്ഡിങ് ഒക്കെ യെസ്, നന്നായിട്ടുണ്ട്. ഇത് ഞാൻ ആ പള്ളിയുടെ പിക്ചർ ഞാൻ ഇവിടുന്ന് എടുത്തതാ. ഈ പ്രാവിന്റെ പിക്ചറൊക്കെ മോൻ എടുത്തതാണ് ഫോട്ടോ. ഒറിജിനൽ അപ്പൊ ഫോട്ടോ അത് എടുത്തല്ലേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി. യെസ്, ആ ഒരു ലെവൽ കഴിഞ്ഞ സമയത്ത് നല്ല എല്ലാ എല്ലാ ഡ്രോയിങ്ങും പെയിന്റിങ്ങും നല്ലൊരു ഇമ്പ്രൂവ്മെന്റിലോട്ട് വന്നു. അതും ഫോട്ടോ ആണ്. ഇത് എന്താ അത് വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ടുണ്ടോ? കളർ പെൻസിലും സ്കെച്ചും മാത്രമേ ഉള്ളൂ. പിന്നെ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്ത്. എനിക്ക് പോർട്രേറ്റ് ആണ് ഈ വരക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഇഷ്ടമല്ല. ലാൻഡ്സ്കേപ്പ് സ്റ്റിൽ ലൈഫ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ നന്നായി വന്നിട്ടുണ്ട്. ആദ്യം കുറെ ഫേസിൽ കുറെ ഷേപ്പ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും സാറിനോട് ഡൗട്ട് better. ചോദിക്കണേ, ഈ ഗ്രിഡ് ഇട്ട് വരക്കൂല. ഞാൻ ഗ്രിഡ് ഇട്ട് ഇതുവരെ വരച്ചിട്ടില്ല. ഗ്രിഡ് ഇട്ട് വരച്ചാ പിന്നെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? ഞാനൊരു വീഡിയോ അയച്ചു തരാം. അതിൽ കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഗ്രിഡ് മോശമാണെന്നല്ല, പക്ഷെ നമ്മൾ കൂടുതലും കോഴ്സിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ ഹാൻഡ് ആണ്. അതിന് കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ് തീരുമ്പോൾ ഞാൻ ഒന്ന് വാട്സപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ അയച്ചു തരാം. എന്താണ് ഗ്രിഡ് ഇട്ട് വരയ്ക്കുമ്പോൾ ബെനിഫിറ്റ്, ഗ്രിഡ് ഇടാതെ വരയ്ക്കുമ്പോൾ ബെനിഫിറ്റ്, രണ്ടിലും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ചില സമയത്ത് നമ്മൾ കമ്മീഷൻ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് താഴത്തെ പോർട്രേറ്റ് ആണ് ലാസ്റ്റ് വരച്ചത്. ഇനി സ്റ്റക്കായി നിൽക്കുകയാണ്. ഇനി ഏത് ലെവലാ, ഏത് ടൈപ്പ് പിക്ചറാ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് സാറ് പറഞ്ഞത്. പറഞ്ഞുതരാം. പെയിന്റിങ് നന്നായിട്ടുണ്ട് കേട്ടോ. പെയിന്റിങ് കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് ഇത് അക്രിലിക് ക്ലോസ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. സാറിന്റെ ആ ഓറഞ്ചിന്റെ ഇതില്ലേ, അത് കഴിഞ്ഞതിന്റെ ശേഷം ചെയ്ത് നോക്കി. നന്നായിട്ടുണ്ട്. നമുക്ക് ഡ്രോയിങ്ങിൽ ടൂൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ടൂൾസിന്റെ ടോട്ടൽ ലിസ്റ്റ് ഒന്ന് പറയാവോ? 10B പെൻസിൽ വരെ ഉണ്ട്. പിന്നെ കളർ പെൻസില്, പിന്നെ അക്രിലിക് കളറ്, അതന്നെ ഉള്ളു. പേപ്പർ ഏതാ യൂസ് ചെയ്യുന്നത്? പേപ്പർ ഡോംസിന്റെ 180 GS മോന് നാട്ടിൽ നിന്ന് കൊടുന്നതാ. എങ്ങനെയാണ്, നല്ല പേപ്പറാണോ? കുഴപ്പമില്ല. കുറച്ച് റഫ് എന്നാലും കുഴപ്പമില്ല. സ്മൂത്ത് അല്ല. സ്മൂത്ത് പേപ്പർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സ്മൂത്ത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ വാട്ടർ കളർ പേപ്പർ ഇവിടെ കിട്ടാനില്ല. പിന്നെ അതിന് ശേഷം അത് അറ്റൻഡ് ചെയ്യുള്ളൂ വെച്ചിട്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ട് നോക്കിക്കോളൂ. വാട്ടർ കളർ പേപ്പർ ആ സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്ത് നിന്ന് കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒരു ഡയറക്റ്റ്ലി ടെക്സ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ കുറേ സപ്പോർട്ട് കിട്ടും സ്റ്റുഡൻസിന്റെ. ഐവറി ഷീറ്റ് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഒന്ന് ലിസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഐവറി ഷീറ്റ് നെക്സ്റ്റ് അപ്ഗ്രേഡിനുള്ളത്. പിന്നെ ചാർക്കോൾ പെൻസിൽ. ചാർക്കോള് പെൻസില് ശരിക്കണ്ട് വരക്കാൻ പറ്റുന്നില്ല. അത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം ഞാൻ. പിന്നെ ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞു. 10B വരെയുള്ള പെൻസിലുണ്ട്, 12B ഒന്നുമില്ല. 10B കഴിഞ്ഞിട്ട് ചാർക്കോൾ പെൻസിൽ എടുത്താൽ മതി. പിന്നെ ബ്ലെൻഡിങ് സ്റ്റംപ് എടുത്തോളൂ. ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ബഡ്സ് ആണ് യൂസ് ചെയ്യാറ്. ബ്ലെൻഡിങ് സ്റ്റംപ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ചാർക്കോൾ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഒരു ചിത്രം കണ്ടില്ല നമ്മൾ വരച്ചത്? ഇതില് എല്ലാ സ്ഥലത്തും ചാർക്കോൾ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ബിഗിനർ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും ചാർക്കോൾ അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. പിന്നെ അതിന്റെ ടിപ്പ് പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അപ്പൊ നമുക്ക് ഇത്തിരി സ്ട്രഗിളിംഗ് ആയിരിക്കും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ.
അപ്പം അതിന് പകരം ചാർക്കോൾ പെൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഇതിൽ ഏറ്റവും ബ്ലാക്ക് പോലത്തെ ഭാഗങ്ങളില്ലേ, നമുക്കത് നോർമൽ 10B പെൻസിലാണെങ്കിൽ പോലും അത് വെച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ടാവും, ചെറിയൊരു ഗ്രേ ടോൺ എപ്പോഴും കാണുന്നുണ്ടാവും. അപ്പം ഏറ്റവും ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുക, എല്ലാ ഭാഗവും ഫില്ല് ചെയ്യണം. ഇപ്പോൾ ഹെയർ ആണെങ്കിലും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഭാഗത്തൊക്കെയാണ് ബ്ലാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ മാത്രം ഫില്ല് ചെയ്താൽ മതി, പോർഷൻ ബൈ പോർഷൻ ആയിട്ട് ചെയ്യുക. കണ്ണാണെങ്കിൽ പുരികത്തിൻ്റെ ഈ ഒരു പീസിൽ, പിന്നെ കണ്ണിൻ്റെ അകത്ത്, പിന്നെ ഐലാഷസ്, അപ്പം അങ്ങനെ ഒരുപാട് ലാർജ് ഏരിയാസിൽ സ്റ്റാർട്ട് ചെയ്യരുത്. ഇത് വരച്ചു കഴിഞ്ഞാല് സ്പ്രെഡ് ആവുന്നുണ്ട്, അതിന് എന്താ ചെയ്യാ? ഫിക്സേറ്റീവ് സ്പ്രേ അപ്ലൈ ചെയ്യുക. അത് കണ്ടോ, ഫിക്സേറ്റീവ് സ്പ്രേ നിർബന്ധമൊന്നുമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ചിത്രങ്ങൾ അടിക്കണ്ട. നമ്മൾ കുറച്ചും കൂടി നല്ല ചിത്രങ്ങൾ വരച്ച് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഫിക്സേറ്റീവ് എന്നാണ് ഇതിൻ്റെ പേര്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്മഡ്ജ് ആവലില്ല, ഇത്തിരി സ്മഡ്ജ് ആവും, എന്നിരുന്നാൽ കൂടി നമുക്ക് ചെറിയൊരു പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ സാർ ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ ബട്ടർ പേപ്പർ യൂസ് ചെയ്താൽ മതി. ബട്ടർ പേപ്പർ ഇടയിൽ വെക്കുന്നത് നല്ലത്, ബുക്കൊക്കെ ആണെങ്കിൽ. പിന്നെ നല്ല ചാർക്കോൾ വർക്കൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ ഫ്രെയിം ഇട്ട് സൂക്ഷിച്ചേക്കുക, ഫിക്സേറ്റീവ് സ്പ്രേ ചെയ്തിട്ട്. പോർട്രേറ്റ് ഇഷ്ടമല്ല, എനിക്ക് ലാൻഡ്സ്കേപ്പും സ്റ്റിൽ ലൈഫും ഇഷ്ടം. പോർട്രേറ്റ് കുറെ ബെറ്റർ ആയിട്ടുണ്ട് ലാസ്റ്റ് ലെവലിലോട്ട് നമ്മൾ എത്തിയ സമയത്ത്. അപ്പൊ ഇനി ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ ഫോക്കസ് ചെയ്തോ. ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നെക്സ്റ്റ് ലെവൽ ചെയ്യേണ്ട കാര്യം, ഇഷ്ടമുള്ള എനിക്ക് സബ്ജക്റ്റിൽ ഫോട്ടോ നല്ല ചിത്രം റിയലിസ്റ്റ് കംപ്ലീറ്റ് ആക്കണം. ഇഷ്ടം ഫോട്ടോ റിയലിസ്റ്റ്. എന്ത് ടോപ്പിക്കിലാ ഫോട്ടോ റിയലിസ്റ്റിക് വരയ്ക്കാൻ താല്പര്യം? ലാൻഡ്സ്കേപ്പ്. നമ്മുടെ കോപ്പിറൈറ്റ് ഫ്രീ വെബ്സൈറ്റിനെ കുറിച്ച് അറിയാലോ അല്ലേ? അപ്പോൾ ഈ ടൂൾസ് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യുക, എന്നിട്ട് ഈ പുതിയ ടൂൾസ് വെച്ചിട്ട് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചിത്രങ്ങൾ വരച്ച് അതിനോടൊന്ന് യൂസ് ടു ആവാം. ബ്ലെൻഡിങ് സ്റ്റംപ്, ഐവറി ഷീറ്റ്, പിന്നെ ചാർക്കോൾ പെൻസിൽ, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അധികം റേറ്റ് വരില്ല. എന്നിട്ട് അതൊന്ന് കോൺഫിഡന്റ് ആവുന്ന സമയത്ത് ഫോട്ടോ റിയലിസ്റ്റിക് ചിത്രം നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് കോപ്പിറൈറ്റ് ഫ്രീ വെബ്സൈറ്റിൽ പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നല്ലൊരു ചിത്രം ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് A3 മിനിമം A3 സൈസ് പേപ്പറിൽ വരയ്ക്കണം. ഫോട്ടോ റിയലിസം വരയ്ക്കുമ്പോൾ ഒരു ലെവൽ കഴിഞ്ഞ് പുതിയ മെത്തേഡുകളോ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. കുറേയൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിന്റെ, കുറേ ടൈം എടുക്കുക, പോർഷൻ ബൈ പോർഷൻ കംപ്ലീറ്റ് ആക്കുക. പിന്നെ മാക്സിമം ഞാനൊരു സാധനം കാണിച്ചുതരാം. അത് കണ്ടോ, അതെന്താണെന്ന് അറിയാവോ? ലെൻസ്. ലെൻസ് എന്തിനാണെന്നറിയാവോ? ചെറിയ കാര്യങ്ങൾ മൈന്യൂട്ടായിട്ട് കാണുന്ന നമ്മൾ കാര്യങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ, ഞാനത് ഷെയർ ചെയ്തിട്ടില്ല ആക്ച്വലി പബ്ലിക്കലി, പലപ്പോഴും നമ്മൾ ഇത് വെച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ശരിക്കും ഫോട്ടോ റിയലിസം വരയ്ക്കുന്ന സമയത്ത്, ഹൈപ്പർ റിയലിസം വരയ്ക്കുന്ന സമയത്ത് ടെക്നിക്സ് ഓർ മെത്തേഡിനേക്കാൾ കൂടുതൽ നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മൾ എത്രത്തോളം പുഷ് ചെയ്യുന്നു, ഓരോ ഡീറ്റെയിലും ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ എത്രത്തോളം ടൈം എടുക്കുന്നു, അത് വരയ്ക്കാനായിട്ട് എത്രത്തോളം ടൈം എടുക്കുന്നു, എത്രത്തോളം നമ്മൾ അതിൻ്റെ അകത്ത് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു ലെവൽ എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ചെയ്യാനായിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ വരയ്ക്കുന്ന ചിത്രങ്ങളാണെങ്കിൽ കുറേയൊക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കുറേ കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കണ്ട. ചെറിയ പോർഷൻ ബൈ പോർഷൻ എടുത്ത് 1 by 1 ആയിട്ട് ചെയ്യുന്ന സമയത്ത് നല്ലതാണ്. ഒരാഴ്ച പിടിക്കും ഒരു പിക്ചർ കഴിയാൻ. ഇപ്പൊ ഒരു ഫ്ലവർ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് 1 month. വേറെ എന്ത് ഗോളാണ് ആർട്ടിലുള്ളത്? എനിക്ക് എക്സിബിഷൻ നടത്തണം എന്നാണ് ആഗ്രഹം. അപ്പൊ 50 പിക്ചർ ചലഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. ഇപ്പൊ ഒരു 16 പിക്ചർ ആയിട്ടുണ്ടാവും. ഇനി അതൊരു ഐഡിയ ഇല്ല അതിനെ പറ്റിയിട്ട്. എക്സിബിഷൻ എങ്ങനെയാ പ്ലാൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. കുറെ ഡിഫറെന്റ് തരത്തിൽ എക്സിബിഷൻ ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫറെന്റ് മിക്സ്ഡ് മീഡിയ യൂസ് ചെയ്യുന്നുണ്ടോ? ഡിഫറെന്റ് പെയിന്റിംഗ് ഓർ ഡ്രോയിങ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടോ എക്സിബിഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്? എല്ലാതും. എന്തെങ്കിലും സബ്ജക്ട് കണ്ടുവച്ചിട്ടുണ്ടോ? സബ്ജക്ട് ഫോട്ടോ എടുത്ത് അത് ഹൈപ്പർ റിയലിസ്റ്റിക് ആയി വരക്കണം എന്നാണ് പ്ലാന്. ഇന്നത് നമ്മൾ എടുത്ത ഫോട്ടോസ് തന്നെ ചിത്രങ്ങളാക്കി മാറ്റാം അല്ലേ? ഫോട്ടോ, അതൊന്നും പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഗുഡ്. നമുക്ക് നെക്സ്റ്റ് സെറ്റ് ചെയ്യേണ്ട ഒരു തീമാണ്. എക്സിബിഷൻ ഒരു തീം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്യാച്ചിങ് ആയിരിക്കും. വെറുതെ കുറെ പടങ്ങൾ വരയ്ക്കാതെ ഒരു പെർട്ടിക്കുലർ തീമിലുള്ള ഒരു എക്സിബിഷൻ ആകുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും. നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ചെയ്യേണ്ട കാര്യം, ഇനി ഫോട്ടോസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോസ് കളക്ട് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ, എന്തായാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ ഇഷ്ടം, ഞാനാണെങ്കിലും ഡിഫറെന്റ് ടൈപ്പ് ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടങ്ങളുണ്ട് ചില സബ്ജക്റ്റുകൾ വരയ്ക്കുമ്പോഴൊക്കെ. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ശരിക്കും. അപ്പോൾ ഒന്നതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഏത് തരത്തിലാണ്. അതൊക്കെ ഒരു കോമൺ തീം എന്തായാലും അതിൻ്റെ അകത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ഫോട്ടോ മാത്രം എടുക്കുന്നവരുണ്ട്, ക്ലോസപ്പ് ആയിട്ടുള്ള ഫോട്ടോ മാത്രം എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഫോട്ടോസ് ഏത് തരത്തിലാണ്? ഇപ്പൊ ചിലപ്പോൾ ഡെയിലി ലൈഫ് ഒബ്ജക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ബേർഡ്സോ അനിമൽസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിലാണ് നമ്മൾ എക്സിബിഷൻ ചെയ്യണം എന്നുള്ളൊരു തീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി നമുക്ക് ക്ലാരിറ്റി കിട്ടും. എന്നിട്ട് ചെയ്യേണ്ട കാര്യം, എക്സിബിഷൻ ആക്ച്വലി ശരിക്കും നമ്മുടെ ബെസ്റ്റ് വർക്ക്സ് ആണ് നമ്മൾ വെക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വർക്ക്സ് അങ്ങനെ അധികം വെക്കാറില്ല. അപ്പൊ എക്സിബിഷന് വേണ്ടി ചെയ്യുന്ന വർക്കുകൾ സെപ്പറേറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. നമ്മളൊരു ഗോള് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗോൾ റിലേറ്റഡ് ആയിരിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ ഏത് ക്ലാസ്സിലാണ്. 11 February നടന്ന ക്ലാസ്സാണ്. തിങ്സ് ടു ടേക്ക് കെയർ ഇൻ ടേക്കിംഗ് കമ്മീഷൻ
വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈവ് വീക്കിലി മീറ്റിംഗിന്റെ റെക്കോർഡിംഗിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. 11th February ഈ ഇയർ തന്നെ 2024 തന്നെ. തിങ്സ് ടു ടേക്ക് കെയർ ഇൻ ടേക്കിംഗ് കമ്മീഷൻ വർക്ക്. അതിൽ കുറെ കമ്മീഷൻ വർക്ക് പ്രൊഫഷണൽ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറെ ഗൈഡ് ലൈൻസും കുറെ ടൂൾസും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത് ബെനിഫിറ്റ് ആയിരിക്കും. യെസ്, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ? ഒരു കാര്യം മനസ്സിലായത്, എൻജോയ് ചെയ്ത് വരച്ചെങ്കിൽ ചിത്രം നല്ല ക്ലിയർ ആവുള്ളൂ, അല്ലാത്ത ചിത്രം ക്ലിയർ അല്ല. രണ്ട് തരത്തിലാണ്. ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന ചിത്രങ്ങൾ, പിന്നെ ഒന്ന് നമ്മുടെ ടാലന്റ് കാണിക്കാൻ വേണ്ടി എക്സിബിഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പബ്ലിക്കലി മറ്റുള്ളവർക്ക് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ആണ്, നമ്മുടെ ബ്രാൻഡ് കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്ന ചിത്രങ്ങൾ. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന ചിത്രങ്ങളുടെ സ്ട്രാറ്റജി കുറവ് സമയത്തിന് കൂടുതൽ ചിത്രങ്ങൾ വരച്ച് പ്രാക്ടീസ്, അപ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുള്ളൂ. മറ്റേത് തീർച്ചയായിട്ടും ടൈം എടുക്കണം. കാരണം ആ ഒരു ചിത്രത്തിന്റെ ബേസിലായിരിക്കും ചിലപ്പോൾ ആൾക്കാർ നമ്മൾ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ടൈം എടുത്തിട്ട് വരയ്ക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ 1 മാസം കൊണ്ട് വരയ്ക്കുന്ന ചിത്രം 2 മാസം കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനേക്കാളും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്. പക്ഷെ അതെപ്പോ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം, എപ്പോഴാണ് നിർത്തേണ്ടത്. അപ്പൊ അതിന് എപ്പോഴും ബിഗിനേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു റെഫറൻസ് പിക്ചർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. സിംപ്ലി, അതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. കമ്പയർ ചെയ്ത് നോക്കുക. റെഫറൻസ് പിക്ചർ പോലെ ആയിക്കഴിഞ്ഞാൽ കറക്റ്റ് ട്രാക്കിലാണ്. അതായത് കോഴ്സ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കാരണം ആദ്യമൊക്കെ നമുക്ക് സിമ്പിൾ ഷേപ്പ് വരയ്ക്കുന്നതിൽ വരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ കവർ ചെയ്ത് നല്ല രീതിയിൽ. നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തിട്ട് തന്നെ അറ്റൻഡ്. പെയിന്റിംഗ് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലേ? അത് വാട്ടർ കളർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേപ്പർ കിട്ടാത്ത കാരണം ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആവാനാണ് എന്റെ ആഗ്രഹം. നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് പോകുന്നത്. കോഴ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്ത ലെവലിലോട്ട് നമ്മൾ കയറി എക്സിബിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 50 ഡ്രോയിങ് ചലഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലും കൂടി ചെയ്യാം. അപ്പോൾ മറ്റുള്ള നമ്മളറിയാത്ത കുറെ പേരിലോട്ടും കൂടി നമ്മുടെ ആ ഒരു ബ്രാൻഡ് എത്തും. വേറെ എന്തെങ്കിലും ഗോൾ ഉണ്ടാവും? ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലേ? ഗോള് സെയിൽ ചെയ്യണം പിക്ചർ, പിന്നെ എക്സിബിഷൻ നടത്തണം, ഹൈപ്പർ റിയലിസം ആവണം എന്നാണ്. ഇപ്പൊ ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ അങ്ങനെ ഒരാഴ്ചയൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഇപ്പൊ ഡെയിലി ടൈം കണ്ടെത്തും. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ജോലിക്കൊക്കെ നിൽക്കുള്ളൂ. എക്സിബിഷന് ഒരുപാട് ആർട്ട് വർക്ക് വെക്കാനൊക്കെ നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബെസ്റ്റ് ആർട്ട് വർക്ക് വെക്കാന്നുള്ളതാ. അപ്പൊ ചെയ്യേണ്ട കാര്യം 1 വീക്ക് ആകുമ്പോ സ്പീഡിൽ ചെയ്യണം. ചിലപ്പോ നമുക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പൊ 1 മന്ത് ആകുമ്പോ റിലാക്സ് ആയി ചെയ്യാലോ. അതെ. അപ്പൊ ഒരു 5 ആർട്ട് വർക്ക് ഒക്കെ ആവുന്ന സമയത്തെ എക്സിബിഷൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഹാള് ബുക്ക് ചെയ്യണം, അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഗ്രൂപ്പിൽ കണക്ട് ചെയ്യുക. അവിടെ ഒരുപാട് പേര് ഗ്രൂപ്പിന്റെ അകത്തുണ്ട്. കണക്ട് ചെയ്യുക. ചിലപ്പോൾ കമ്പൈൻഡ് ആയിട്ട് എക്സിബിഷൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും ഗ്രൂപ്പിലൂടെ. ഒരു 5 ആർട്ട് വർക്ക് വരെ ഇങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്റ്റെപ്സ് നോക്കാം. യെസ്, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈഫ് ഹാപ്പിയാണ്, ടെൻഷൻ ഫ്രീ ആണ്. എന്തായാലും നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കണം. എനിക്ക് എല്ലാവരോടും പറയാനുള്ള, ഡോണ്ട് വേസ്റ്റ് ടൈം പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. കോഴ്സിലോട്ട് വന്നതിന് ശേഷം എപ്പോഴാണ് ഈ ആഗ്രഹങ്ങൾ വന്നു തുടങ്ങി? എങ്ങനെ വന്നു? മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് മടി പിടിച്ചിരിക്കുമായിരിക്കും. സാറിന്റെ വീക്കിലി മീറ്റിംഗ് കഴിഞ്ഞാൽ അന്ന് പിറ്റേ ദിവസം വരക്കും നമ്മൾ. അങ്ങനെയാണ്. എന്തായാലും നല്ല മോട്ടിവേഷൻ ആണ്. നമ്മുടെ കോഴ്സിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന നിഷിത മാമിനെ പോലെ ഒരുപാട് പേരുണ്ടാവും. ആർട്ട് പഠിക്കണം എന്ന് ആഗ്രഹിച്ച ഓപ്പർച്യൂണിറ്റി കിട്ടാതെ കുറെ വർഷം വേസ്റ്റ് ആക്കി കളഞ്ഞവരൊക്കെ ഉണ്ടാവും. അവരെടുത്ത് എന്താ പറയാനുള്ളത്? ആർട്ട് എങ്ങനെയാ പഠിക്കേണ്ടേ മാമിന്റെ ഒരു എക്സ്പീരിയൻസിൽ? നിങ്ങള് ടൈം ടേബിൾ എനിക്ക് കുറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ടൈം ടേബിൾ ഇപ്പോഴും ടിക്ക് ഇട്ടിട്ട് പുതിയ ഇതൊക്കെ എഴുതി വെക്കും. എന്തൊക്കെ നമ്മൾ ദിവസം ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചിട്ട് 1 വീക്കിനുള്ള ടൈം ടേബിൾ എഴുതി വെക്കും. അത് ടിക്ക് ഇട്ട് പോകും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ് വരാണ്. ഇപ്പൊ ലൈഫ് ഹാപ്പിയാണ്. ഇനി ഞാൻ എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഇനി ആർട്ടിസ്റ്റ് ആവണമെന്നാണ് എന്റെ ആഗ്രഹം. സാധിക്കട്ടെ. ഞാനും ടൈം ടേബിൾ ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇപ്പൊ പ്രിന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. മുമ്പൊക്കെ വരയ്ക്കായിരുന്നു. പ്രിന്റ് എടുത്തിട്ട് ഒരാഴ്ചയും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ടിക്കറ്റ് പോവാ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും വളരെ യൂസ്ഫുൾ ആണ് ടൈം ടേബിൾ. അല്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താ ചെയ്യാന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ഇതാകുമ്പോ സാറിന്റെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഏതൊക്കെ അറ്റൻഡ് A to Z, വാട്ടർ കളർ, പിന്നെ പ്രാക്ടീസ്, അതിനൊക്കെ ഒരേ ടൈം വെച്ചിരിക്കാണ്. പിന്നെ അക്രിലിക് പെയിന്റിങ്, അതൊക്കെ രാവിലെ ചെയ്യും. ഒരു 7 മണിക്ക് ഇരുന്നിട്ട് പിന്നെ ഒരു 11 മണിയുടെ ഉള്ളിൽ ഇതെല്ലാം തീർക്കും. പിന്നെ ആഴ്ചയിൽ 2 ദിവസം ചിലപ്പോൾ പറ്റാറില്ല. അപ്പൊ ഞാൻ രാത്രിയിൽ മോള് ഉറങ്ങിയ ടൈമിലൊക്കെ പ്രാക്ടീസ് ചെയ്യാറ്. യെസ്. അപ്പൊ എന്തായാലും ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഒരുപാട് സന്തോഷം. അടുത്ത സ്റ്റെപ്പുകൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത സ്റ്റെപ്പ് പെട്ടെന്ന് എടുക്കുക. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ടൈം എടുത്ത് നല്ല ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് തീർച്ചയായിട്ടും അതിലുണ്ടാവും. അപ്പൊ അങ്ങനെ കുറച്ച് ആർട്ട് വർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഫ്യൂച്ചർ ഒരു ഫോക്കസ് കൊടുക്കുക. ഓരോ ഇയറും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം നല്ലതായിരിക്കും. ഞാൻ ചെയ്യുന്ന കാര്യമൊക്കെ ഒരു ഇയർ എൻഡ് ചെയ്യാനൊക്കെ മുമ്പായിട്ട് അടുത്ത ഇയർ എങ്ങനെ പോകണം. ചിലപ്പോൾ അടുത്ത ഇയർ ഞാൻ ചിലപ്പോൾ ഒരുപാട് ഡ്രോയിങ് പ്രാക്ടീസ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അടുത്ത ഇയർ ചിലപ്പോൾ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് മാത്രമായിരിക്കും. അത് നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കും കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. മെയിനായിട്ടും ആർട്ടിലോട്ട് വരുന്നവർക്ക് ഈ പറയുന്ന പോലെ പ്രോപ്പർ മെന്റർഷിപ്പ് ഇല്ലാത്തതിന്റെയും അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിറ്റി ഇല്ലാത്തതിന്റെയും പ്രോപ്പർ ലേണിംഗ് ഇല്ലാത്തതിന്റെയും കൺഫ്യൂഷൻ ആണ് ഉള്ളത്. ഇൻഫർമേഷൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് കിട്ടും. പക്ഷെ ഇതെങ്ങനെ കറക്റ്റ് വേയിൽ ചെയ്യണം, ഇപ്പൊ നമുക്ക് പേഴ്സണൽ ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ നമുക്ക് ഈസി അത് ക്രാക്ക് ചെയ്യാനായിട്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ക്ലാരിറ്റി കിട്ടില്ല. ഇന്നത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു.
താങ്ക് യു. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ? ഉം. യെസ്, താങ്ക് യു. അപ്പൊ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തോളൂ. യെസ്, താങ്ക് യു. ഉം.